കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വെളിയം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ രാജു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വിവരം പറയാനാണ്. അവർക്ക് ഉണ്ടായ ഒരു സംഭവം, അവരുടെ ഒരു കട ഇപ്പോൾ കത്തി നശിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കത്തിയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ രാജു പരാതി കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് രാജുവിന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എന്താണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ഈ കട കത്തിച്ചത് തന്നെ ആരാന്ന് നമുക്കറിയത്തില്ല. രാത്രിയിലാണ് ഇത് സംഭവം അറിയുന്നത്. പിന്നെ ഈ കട കൊണ്ട് സുഖമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് കട കൊണ്ട് 4 ചായ ഒഴിച്ച് നമുക്കുള്ള ജീവിതമാർഗം മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ട്. എനിക്കുള്ള ഒരു ചായക്കടയായിരുന്നു. ചായക്കടയും മുറുക്കാൻ കടയും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ. അതിലുപരി ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. 3 സർജറിയൊക്കെ കഴിഞ്ഞ് ജോലിക്കും വേലയ്ക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ എനിക്കുള്ള സുഹൃത്തുക്കളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മധുവണ്ണനും അവരെല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു കട വെച്ച് തന്ന്. ഒരു കാര്യം ചെയ്യും രാജു, വേറെ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലേ, ഗുളികയ്ക്കുള്ള പൈസയെങ്കിലും കിട്ടും, അപ്പോൾ അതുകൊണ്ടൊരു കട വെച്ച് നടത്തി അതുകൊണ്ടുള്ള പൈസ പിടിച്ച കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തിൽ അവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഒരു കട കൊണ്ടുവന്ന് വെച്ചു. കുറേ വർഷം ഇങ്ങനെ ഇവിടെ 2 പീസ് ഉണ്ടായിരുന്നു. 2 പീസിൻ്റെയൊക്കെ സഹായത്തിലും അവരുടെ നമ്മുടെ പ്രദേശത്തെ നല്ലൊരാളുകൾക്കുള്ള ഒരു സമീപനവും ബന്ധങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ തുടർന്നു കൊണ്ടുപോയിരുന്നു. ഈ കുറച്ച് അടുത്ത കാലത്ത് കുറച്ച് ഈ ഫാക്ടറി അടവ് വന്നപ്പം നമ്മൾ കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതിൻ്റെ പേര് അത് പ്രവർത്തിച്ചിരുന്നില്ല. ആ സമയത്ത് ആരാന്ന് നമുക്കറിയത്തില്ല. ആരും ഈ പൂർണ്ണമായിട്ടും പെട്രോൾ ഒഴിച്ച് നമ്മുടെ കട കത്തിച്ച് കളഞ്ഞു. അതിന് 16/3/2025 അത് സംഭവിച്ചത്. അത് 17/3 ഞങ്ങൾ പുയ്യപ്പള്ളി സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമ നടപടികളും എനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കി തന്നില്ല. അതുകൊണ്ട് ഒരു വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. നമ്മളൊരു അപേക്ഷ കൊണ്ട് കൊടുത്തപ്പം നമുക്ക് അതിന് ഈ ഒരു ഉചിതമായൊരു മറുപടി അല്ലെങ്കിൽ നമുക്ക് ഇത് പരാതി കൊടുത്തതിൻ്റെ പിന്നിൽ അതിന് വേണ്ടുന്ന തരത്തിലൊരു പരിഗണന പുയ്യപ്പള്ളി സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. സംഭവം അറിഞ്ഞത് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ചേട്ടൻ അശോകൻ എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു തന്നെ രാത്രി 12 മണി സമയത്താണ് ഇത് സംഭവിച്ചത്. അന്നേരം ഈ ഓട് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അശോകൻ എന്ന് പറയുന്ന ചേട്ടന് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയും. വന്നപ്പോഴത്തേക്കിന് നമുക്ക് അത് അടുക്കാൻ പറ്റാത്ത രീതിയിൽ 4 വശത്തുനിന്ന് ഒരുപോലെ തീ, ആരോ പെട്രോളോ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള സ്പ്രേ അടിച്ചാൽ അത് മൊത്തം കത്തിയത്. കാരണം 4 സൈഡിൽ നിന്ന് ഒരുപോലെ തീ കയറി വന്നതിൻ്റെ പേരിൽ നമുക്ക് അടുക്കാനോ അത് അണയ്ക്കാനോ പറ്റാത്ത ഒരു അന്തരീക്ഷമായി.